വീണ്ടും ഒരു ക്രിസ്മസ് കാലമെത്തി. എളിമയുടെ മഹനീയ മാതൃക കാണിച്ചു തന്ന, കാലിത്തൊഴുത്തിൽ പിറന്ന ആ ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി അറിയിക്കുവാൻ ലംബോർഗിനിയിൽ വന്ന് ആ സുവിശേഷം അറിയിക്കുന്ന സഭാപിതാക്കന്മാർ. ഇപ്രകാരമുള്ള പ്രവൃത്തികൾ കാണുമ്പോൾ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് സങ്കടമാണ് തോന്നുന്നത്. കാരണം നമ്മുടെ യേശു തമ്പുരാൻ ഏറ്റവും എളിമയോടുകൂടി ജീവിക്കുന്നതിന് വേണ്ടി ആദ്യമേ പിതാവായ ദൈവം തിരഞ്ഞെടുത്ത ആ കന്യക ഒരു എളിമയുള്ള സ്ത്രീയായിരുന്നു. അവരെ സംരക്ഷിച്ച യൗസേപ്പ് ഒരു എളിമയുള്ള മനുഷ്യനായിരുന്നു. അവരുടെ ചൊൽപ്പടിയിൽ വളർന്നിരുന്നതായ ഈ യേശുക്കുഞ്ഞ് നമ്മൾ കണ്ട മനുഷ്യരിൽ വെച്ച് ഏറ്റവും എളിമയുള്ള ആളും അതേസമയം സ്നേഹത്തിൽ പരിപൂർണനുമായിരുന്നു. എല്ലാവരെയും, അത് വേശ്യാസ്ത്രീയെ അവരെല്ലാവരും കൂടെ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൊണ്ടുവന്നു. അപ്പോൾ യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്നല്ല പറഞ്ഞത്, ആദ്യം കല്ലെറിയട്ടെ. അതിൻ്റെ അർത്ഥം എല്ലാവരും പറഞ്ഞു നിങ്ങൾ പാപമില്ലാത്ത ഇവളെ കല്ലെറിയട്ടെ അങ്ങനെ പറഞ്ഞില്ല. പറഞ്ഞത് ആദ്യം കല്ലെറിയട്ടെ. അതിൻ്റെ അർത്ഥം ഈ നിൽക്കുന്ന 30 പേരോളം ഉള്ളവരുടെ കൂട്ടത്തിൽ ഒരുത്തനെങ്കിലും പാപം ചെയ്യാത്തവനുണ്ടെങ്കിൽ അവൻ ഒരു കല്ലെറിയട്ടെ, ബാക്കിയെല്ലാം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഒരുത്തരെയും കണ്ടില്ല. യേശു തമ്പുരാൻ കൈകൊണ്ട് അവിടെ നിലത്തെ എഴുതിക്കൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഞാൻ പല പ്രാവശ്യം ആലോചിച്ച്, കർത്താവേ അവിടുന്ന് എന്താണ് ഈ നിലത്ത് എഴുതിയത്? ഇതല്ലാതെ അവിടുന്ന് ഒന്നും എഴുതിയിട്ടില്ലല്ലോ, എന്താണ് അവിടുന്ന് എഴുതിയത്? ഉത്തരം തന്നില്ല. പക്ഷേ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നി, എന്താണെന്നറിയോ, പെൺകുട്ടിയെ ആ കൃത്യത്തിൽ ഇവർ പിടിച്ചു. മോശയുടെ കൽപ്പന പ്രകാരം അവളെ കല്ലെറിഞ്ഞ് കൊല്ലാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇവർ യേശുവിനെ കുരുക്കുന്നതിന് വേണ്ടിയാണ് വന്ന് ഈ ചോദ്യം ചോദിച്ചത്. അപ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തോ എഴുതി. ഞാൻ ചോദിച്ചു, കർത്താവ് എന്തോ ആയാ എഴുതിയത്? ഉത്തരം പറഞ്ഞില്ല. ഇച്ചിരി കഴിഞ്ഞ് എൻ്റെ മനസ്സിലത് തോന്നി. എന്താണെന്നറിയാമോ, അവിടെ നിന്ന ഓരോരുത്തൻ്റെ പേരെഴുതി തൂത്തുകളഞ്ഞു. അതിൻ്റെ അർത്ഥം ഇവന്മാരാണ് ഈ പെണ്ണിനെ ചതിച്ചിരിക്കുന്നത്. ഈ പെണ്ണിനെ കുറ്റക്കാരിയാക്കി മാറ്റിയത് ഇവന്മാരാണ്. യേശുമ്പുരാൻ കൈകൊണ്ട് അത് എഴുതി തൂത്തുകളഞ്ഞു. എന്നിട്ട് അവളോട് ചോദിക്കുന്നു, മകളെ, ആരും നിന്നെ കുറ്റം വിധിച്ചില്ലയോ? ഇല്ല കർത്താവേ, ഇല്ല, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. പക്ഷേ ഇനി പാപം ചെയ്യരുത്, സിൻ നോ മോർ. ഇതാണ് മൈ ചർച്ചിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ. പാപം ചെയ്യരുത്. പാപം ചെയ്തിട്ട് പുരോഹിതൻ്റെ അടുക്കൽ കുമ്പസാരിക്കുന്നത് ഒരു കൂദാശയായിട്ട് മാറ്റി ഒരിക്കലും പാപകർമ്മത്തിൽ നിന്നും അവർക്ക് രക്ഷയില്ലെന്ന് അവനും അറിയാം, ഇവനും അറിയാം, എല്ലാവരും അറിയാം. ചുമ്മാ അതൊരു പ്രഹസനം മാത്രം നടത്തി അങ്ങനെ പോകുന്നതാണ്. അതിനൊരു കൂദാശ ഇതാണ്, കുമ്പസാരം ഒരു കൂദാശയാണ്. ഇതുപോലത്തെ ഭോഷത്വങ്ങളാണ് മിക്കതിലും. എന്നാൽ 2 കൂദാശകൾ, അതായത് സ്നാനം എന്തിനാണ്? സഭയിലെ അംഗമാകുന്നതിന്. പിന്നത്തെ എന്താണ്? കർത്താവ് കൽപ്പിച്ചു, ഞാൻ വരുവോളും എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവിൻ. ഇതാണ് പ്രസക്തമായ ഭാഗം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കേണ്ടത് എന്താണെന്നറിയാമോ, ഈ ആൾക്കാർ നമ്മളെ ചതിക്കുകയാണ് ചെയ്യുന്നത്. ഈ പള്ളിയിൽ കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് കണ്ണുനീരൊഴുക്കാൻ വരുന്ന ആൾക്കാരെ എല്ലാം ഇവർ ചതിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒന്നാമത്, ഇവർക്കാർക്കും അഭിഷേകമില്ല. രണ്ടാമത്, ഈ പറയുന്ന പൗരോഹിത്യം നിന്നുപോയി. യേശു ഒരു പുരോഹിതനായിരുന്നില്ല. ലേവിയുടെ
റൂളും പ്രകാരം യേശു ഒരിക്കലും ഒരു പുരോഹിതനാകാൻ ക്വാളിഫൈഡ് അല്ല. അദ്ദേഹം യഹൂദനാണ്. ലേവി ഗോത്രക്കാർക്കാണ് ഈ പൗരോഹിത്യം. ഈ പൗരോഹിത്യം എന്ന് പറഞ്ഞത് ആദ്യകാലത്ത് പാപമോചനത്തിനല്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ഇറ്റ് ഈസ് നോട്ട് ഫോർ ഫോർഗീവ്നെസ് ഓഫ് സിൻ. പിന്നെയോ പാപത്തെ ഓർമ്മപ്പെടുത്താനാണ്. അതിന് കാളെ ഇറക്കാൻ അറുപ്പുകാരെ വേണമായിരുന്നു, ആടിനെ ഇറക്കാൻ അറുപ്പുകാരെ വേണമായിരുന്നു. ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ പൗരോഹിത്യം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ വന്ന് എല്ലാ പാപവും തൻ്റെ തലയിൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി കുരിശിൽ യാഗമായി തീർന്നു. ആ രക്തം ഒഴുക്കിയതിന് ശേഷം എന്തോ ഒരു ആടിൻ്റെയും കാളയുടെയൊക്കെ രക്തത്തിന് എന്താണ് പ്രസക്തി? അത് നിന്നുപോയതിന് ശേഷമാണ് യേശു തമ്പുരാൻ്റെ കാൽവരിയിലെ യാഗം. ആ യാഗത്തിൽ നിങ്ങൾക്ക് രക്ഷയുണ്ട്. എന്താണെന്ന് വെച്ചിരുന്നാൽ പാപമില്ലാത്തവൻ പാപികൾക്ക് വേണ്ടി യാഗമായി തീർന്നതാണ്. അതുകൊണ്ട് യേശുവിൻ്റെ യാഗത്തിൽ നമുക്ക് രക്ഷയുണ്ട്. ഈ ഐഡിയ വെച്ചുകൊണ്ടാണ് ഈ മൈ ചർച്ച് മുന്നോട്ട് പോകുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.